സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളെല്ലാവരും കൂടി കണിമംഗലത്തെ എത്തിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ആരെല്ലാവരും പരമേശ്വരനോട് സംസാരിക്കണമെന്ന് പറയുവാണ്. അങ്ങനെ പരമേശ്വരനും വരനും രാധികയും മുത്തശ്ശിയും എല്ലാവരും അവിടെ എത്തുവാണ് കേട്ടോ. ഈ സമയം ആ റെസിഡൻസ് അസോസിയേഷനിലെ വക്കീൽ പറയുവാണ്, സാറേ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പരാതി റെസിഡൻസ് അസോസിയേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള രണ്ടുപേരെ വീട്ടുതലങ്ങളിൽ പഠനം കിട്ടിയിരിക്കുമെന്നാണ് പറഞ്ഞത്. പരാതി തന്നത് മറ്റാരുമല്ല, മുമ്പ് ഇവിടെ ഗേറ്റിനോട് ഇന്ന് പ്രശ്നമുണ്ടാക്കിയ ആ പ്രായമായ സ്ത്രീയും പിന്നെ വരുണിൻ്റെ ആദ്യ ഭാര്യയും. അത് കേട്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ്ടോ കണിമംഗലം. ഈ സമയം ആ വക്കീൽ പറഞ്ഞ്, സാറേ, നിങ്ങളെപ്പോലെ ഇത്ര വലിയൊരു കുടുംബക്കാരിൽ നിന്ന് ഇതുപോലൊരു പ്രവൃത്തി ഞങ്ങളാരും പ്രതീക്ഷിച്ചതുപോലുമില്ല. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും തോന്നിയില്ല. അതാ നേരിട്ട് കണ്ട് ഇവിടെ വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. ഇത് പരാതിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും വനിതാ കമ്മീഷനിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നടക്കുന്നൊരു കാര്യമല്ലേ, അത് കാരണം നേരിട്ട് കണ്ട് നിങ്ങളോട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് ആദ്യം പോകുന്നത്. അല്ലെങ്കിൽ പോലീസുകാരായിരിക്കും നേരെ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത്. എന്താ സാറേ ഇതൊക്കെ? അങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടിയും ഉത്തരവൊന്നും കൊടുക്കാനാവാതെ തലതാഴ്ത്തി നിൽക്കുവാണ്ടോ പരമേശ്വരൻ. എന്താണെങ്കിലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചോളാമെന്ന് അവർക്ക് വാക്കുകൊടുത്ത് അവരവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന പരമേശ്വരൻ്റെയും ജയഭാരതിയുടെയൊക്കെ മുമ്പിലേക്ക് താലി ഉയർത്തിപ്പിടിച്ച് ജയിച്ച സന്തോഷത്തിൽ വരുവാണ് പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. അന്നേരം സുകുമാരി പറയണേ, അതെ, ഞങ്ങളോട് കളിച്ചാൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായല്ലോ. നാട്ടുകാർക്ക് മുമ്പിലും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരുടെ മുമ്പിലും നാണം കെട്ട് തല താഴ്ത്തി നിന്നില്ലേ? വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും വിലക്കില്ലല്ലോ. ഉണ്ടെങ്കിലേ നേരെ വിളിക്കും. ഇനി വരാൻ പോകുന്നത് പോലീസുകാരായിരിക്കും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി റൂമിലേക്ക് പോകുവാണ്. അങ്ങനെ റൂമിലെത്തി അവർക്കുണ്ടായ നാണക്കേടോർത്ത് ചിരിച്ച് സന്തോഷം പങ്കിടുവാണ്ടോ. ഈ സമയം സുകുമാരി പറയണേ, ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, ചോദിക്കാൻ ആളുകളുണ്ട്. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അല്ല മുത്തശ്ശി, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് അവർ നമ്മളോട് ഇനി പ്രതികാരം വീട്ടാനായിട്ടെങ്ങാനും വരുമോ? അന്നേരം സുകുമാരി പറയണേ, വരണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റുള്ളൂ. വരട്ടേന്നേ, നമുക്ക് നോക്കാം എവിടം വരെ അവരുടെ പോക്കെന്ന്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ജയഭാരതിയും കൂടി സംസാരിക്കുന്നതാണ്. വരുണാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. കണ്ടില്ലേ മുത്തശ്ശി, അവർ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയത്. അന്നേരം ജയഭാരതി പറയണേണ്, പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുവാണെന്ന് രണ്ട് പെണ്ണുങ്ങളെ വിളിച്ച് പറയുമ്പോൾ ചോദിക്കാൻ ഇറങ്ങുന്നവർക്ക് രക്ഷകരുടെ പരിവേഷം കിട്ടുവാണല്ലോ. അവരത് ഭംഗിയായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. നീ ഇതിനങ്ങനെ കണ്ടാൽ മതി. അന്നേരം വരുൺ ദേഷ്യത്തിൽ പറയുവാണ്, ആരെന്ത് വേഷം കിട്ടിയാലും ശരി, അവരുടെയൊക്കെ മുമ്പിൽ തല കുടിച്ച് നിൽക്കുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ അവസ്ഥ കണ്ട് എനിക്കങ്ങനെ വെറുതെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി. രണ്ടിനെ ഞാൻ ഇപ്പം തന്നെ തല്ലി പുറത്തേക്ക് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നത്. അന്നേരം ജയഭാരതി പറയണേ, നീയായിട്ടൊന്നും ചെയ്യണ്ട, നീ നോക്കിക്കോ, ഇന്നത്തോടെ തന്നെ അവൾമാരുടെ നാടകമൊക്കെ ഞാൻ പൊളിച്ചെടുക്കും. രണ്ടിനും ഞാൻ മുട്ടം പണി തന്നെ കൊടുത്തിരിക്കും. ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പ്രിയങ്കക്ക് ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മുമ്പിൽ ഞാൻ തെളിയിക്കും. എങ്ങനെ? അതൊക്കെയുണ്ട്, നീ കണ്ടോ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും രാധികയും വരുണും സൂര്യയും അതുപോലെ കൽപ്പനയും ജയഭാരതി അമ്മയൊക്കെ ഹോളിലുണ്ടാകും കേട്ടോ. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രിയങ്കയെ പിടിച്ചു നിർത്തി ജയഭാരതി അമ്മയുടെ വക ശരിക്കും ഒരു ശൂരൽ കഷായം അത് പ്രിയങ്കയ്ക്ക് കൊടുക്കുവാണ്. നിൻ്റെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? നിനക്കിപ്പോഴും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്താണെങ്കിലും നീ ഇങ്ങനെ കഷ്ടപ്പെടുമല്ലേ, നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് ഈ മുത്തശ്ശി ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചുരൽ കഷായം കഴിക്കുന്നതിലൂടെ നിൻ്റെ എല്ലാ ഓർമ്മയും തിരികെ വരും. നീ പഴയ പ്രിയങ്കയാകും. എന്നാൽ നമുക്ക് ആക്കിയാലോ? അങ്ങനെ ആ ചൂരലും പിടിച്ച് നിൽക്കുന്ന ജയഭാരതിനെ കണ്ടിട്ട് പ്രിയങ്ക പേടിച്ച് പറിച്ച് നിൽക്കുവാണ്. പ്രിയങ്ക അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ജയഭാരതി പിടിച്ചു വലിച്ച് പ്രിയങ്കേനെ ആ ചൂരൽ വെച്ച് തലങ്ങും വിലങ്ങും തെല്ലുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ വാവിട്ട് നിലവിളിക്കുവാണ്. പ്രിയങ്കയുടെ നിലവിളി കേട്ട് റൂമിൽ നിന്ന് സുകുമാരി അമ്മയും അതുപോലെ പരമേശ്വരനും പത്മിനി എല്ലാവരും ഓടി വരുവാണ്. അങ്ങനെ അവരെല്ലാവരും ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച നിലത്ത് കിടക്കുന്ന പ്രിയങ്കേനെ തലങ്ങും വിലങ്ങും ആ ചൂരൽ കൊണ്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന ജയഭാരതിനെയാണ്. ഈ സമയം ഇത് കണ്ട സുകുമാരി ജയഭാരതിനെ തടഞ്ഞ് പ്രിയങ്കയെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ വിട്, നിങ്ങൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നത്, അയ്യോ എൻ്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം പരമേശ്വരനും പത്മിനിയൊക്കെ ഈ കാഴ്ച കണ്ട ഞെട്ടലോട് കൂടി നിൽക്കുക. അമ്മേ, എന്തായി കാണിക്കുന്നത്? എന്നാൽ ജയഭാരതി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രിയങ്കയെ കൊണ്ട് തല്ലി തല്ലി സത്യം പറയിപ്പിക്കാൻ നോക്കണേ. പറയടി, നിനക്കിപ്പോൾ പഴയതുപോലെ ഓർമ്മ വരുന്നില്ലേ?
നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണ്. അങ്ങനെ തല്ലുകൊണ്ട് അവസാനം പ്രിയങ്ക സത്യങ്ങളെല്ലാം തുറന്നു പറയുവാണ് കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം എൻ്റെ അഭിനയമാണ്, ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ കളിച്ച നാടകം ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുമ്പിൽ ഏറ്റു പറയുവാണ് പ്രിയങ്ക. പ്രിയങ്കയുടെ വാക്കുകൾ കേൾക്കുന്നതും ഞെട്ടലോടുകൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ പരമേശ്വരനും പത്മിനിയൊക്കെ. ഈ സമയം കള്ളിയെല്ലാം പെട്ടുപോയല്ലോ, ആകെ ഉണ്ടായ പിടികള്ളിയും കൂടി നഷ്ടപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് ആകെ നാളം കിട്ട് തലയും താഴ്ത്തി നിൽക്കുവാണ് സുകുമാരിയമ്മ. അങ്ങനെ അവസാനം സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് വരുണും രാധികയും ജയഭാരതിയും ഒക്കെ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡിൻ്റെ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്